നടൻ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിച്ച് മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നു. ബാലയ്ക്കെതിരെ മുൻ ഭാര്യ അമൃത സുരേഷ് വ്യാജരേഖ ചമക്കൽ കേസ് നൽകിയതിന് പിന്നാലെയാണ് ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത്. ഈ സാഹചര്യത്തിൽ എലിസബത്തിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടിയുമായി അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് നേരത്തെ രംഗത്തെത്തിയിരുന്നു. തങ്ങൾ എലിസബത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം അത് നടന്നില്ലെന്നുമായിരുന്നു അഭിരാമിയുടെ പ്രതികരണം. 2 വർഷം മാത്രം കൂടെ ജീവിച്ച എലിസബത്തിന് ഇത്രയേറെ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ 14 വർഷം തൻ്റെ സഹോദരി എത്ര അനുഭവിച്ചിട്ടുണ്ടാകുമെന്നും അവർ ചോദിച്ചിരുന്നു. ഇതിന് പരോക്ഷ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ. അമൃതയുടെയോ അഭിരാമിയുടെയോ പേര് പറയാതെയാണ് എലിസബത്തിൻ്റെ പ്രതികരണം. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചതാണ്, അവർ 2 വർഷമേ അനുഭവിച്ചിട്ടുള്ളൂ എന്ന് ചിലർ പറയുന്നത് കണ്ടു. 2 വർഷം അനുഭവിക്കുമ്പോഴേക്ക് ഇവർക്ക് ഇത്രയും പിന്തുണയുണ്ട്. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്ന്. എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ വേണ്ടെന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആളുകൾ അറിയണം. വേറെ ആരും ഇതിൽ പെടരുത്. ഞാൻ ആദ്യം തന്നെ കേസുമായി പോയിരുന്നെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ലായിരുന്നു. സംശയമുള്ള ആളുകളൊന്നും പിന്തുണയ്ക്കണ്ട. ഞാൻ എൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തതയുണ്ട്. കുറച്ച് ഡിപ്രഷനുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഡൗൺ ആയി പോയിട്ടുണ്ട്, അതിൻ്റേതായ വിഷമങ്ങളുമുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കരിയറിനെയും കുടുംബത്തെയും മുന്നോട്ടുള്ള ജീവിതത്തെയും നാണം കെടുത്തിയിട്ടുള്ള പരിപാടികൾ വേറെ നടക്കുന്നുണ്ട്. മിണ്ടാതിരുന്നാൽ ഇത്രയൊക്കെ നടക്കാതെ പോവും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിനടക്കം ഭീഷണിയുണ്ട്, കുടുംബത്തിലെ ആളുകൾക്കടക്കം ഭീഷണിയുണ്ട്. എന്നിട്ടും തുറന്നു പറയുന്നത് ആളുകൾ ഇതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകരുത് എന്ന് കരുതിയാണ്. ഇത്ര കാലവും ആരോടും ഒന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ എന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. എന്നിട്ട് താരതമ്യപ്പെടുത്തുന്നു. ന്യായവും നീതിയും പുറത്തു വരുമ്പോൾ ഒരു ഇരയ്ക്ക് മറ്റൊരു ഇരയെ കാണുമ്പോൾ സന്തോഷമാണ് വരേണ്ടത്. നവംബറിൽ കുറച്ചാളുകൾ എന്നെ വിളിക്കുന്നു. ഇതിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ പ്രശ്നത്തിലിരിക്കുമ്പോഴാണ്. ICUയിൽ കിടക്കുമ്പോഴും തുടർച്ചയായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെ നിൽക്കാൻ ഒരാൾ പോലുമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇവർ വിളിയോട് വിളി. കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഈ സമ്മർദ്ദം കൂടെ എനിക്ക് താങ്ങാൻ വയ്യെന്ന് പറഞ്ഞു. അവരുടെ കരച്ചിൽ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവരോട് പങ്കുവച്ചിരുന്നു. ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത്, ആരുമായും ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു. പല കാര്യങ്ങളും പറയാൻ പേടിയായിരുന്നു. ആളുകൾ അറിയുന്നതിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ കേസ് കൊടുക്കില്ല എന്നറിഞ്ഞ് അവർ മീഡിയ വഴി എല്ലാം പറഞ്ഞു. ഓഡിയോ റെക്കോർഡ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്നും അവർ പറഞ്ഞു. ഇവരെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? വയ്യാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവരെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രമുഖ നടനൊന്നുമല്ല, ഫോൺ റെക്കോർഡ് ചെയ്യാൻ നല്ല ആളുകളാണെന്നായിരുന്നു മറുപടി. എന്നിട്ടാണ് ഞാൻ കേസ് കൊടുക്കില്ല എന്നറിഞ്ഞിട്ട് പിറ്റേന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ മാധ്യമത്തിലൂടെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത്. ഇതിൽ ഞാൻ ആരെയാണ് കുറ്റക്കാരിയായി കാണേണ്ടത്? എനിക്കിവർ 2 പേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു സ്വാധീനവുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത്. അതിന് സപ്പോർട്ട് ചെയ്ത് കുറേ നാട്ടുകാരുണ്ട്. ആത്മാർത്ഥമായി കരുതൽ കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്കിത്രയും ആളുകൾ മതി. എനിക്ക് കാശിൻ്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയോ പിന്തുണയൊന്നും വേണ്ട. സപ്പോർട്ട് ചെയ്യേണ്ടവരായിരുന്നെങ്കിൽ എപ്പോഴേ ചെയ്യേണ്ടതായിരുന്നു. സഹായിക്കാൻ പോയി സഹായം സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. പിന്നിൽ നിന്ന് കുത്തിയിട്ടാണോ സഹായിക്കുന്നത്? അതൊക്കെ ഏറ്റുപിടിച്ച് കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്നു, എന്താണ് അവരുടെ കൂടെ പോയി കേസ് കൊടുക്കാത്തതെന്ന്. കുറച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് ആർക്കാണ് അറിയാത്തത്? ഞാനൊരു പ്രാവശ്യം ഇത് അനുഭവിച്ചതാണ്. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യും. എനിക്ക് ചാകാനും പേടിയില്ല. പോലീസ് സ്റ്റേഷനിൽ കിടക്കാനും പേടിയില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി, പിന്തുണയ്ക്കുന്നവർ പിന്തുണച്ചാൽ മതി. എൻ്റെ കാര്യം പറഞ്ഞ് ഒരാളും പേടിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ വലിയ സമാധാനം. ഉപദ്രവിക്കണമെങ്കിൽ ഇനിയും ഉപദ്രവിച്ചോളൂ. പക്ഷേ സപ്പോർട്ട് ചെയ്യുകയാണെന്ന രീതിയിൽ ഉപദ്രവിക്കുന്നത് നിർത്തിയാൽ കുറച്ച് സമാധാനമുണ്ടെന്നും എലിസബത്ത് പറയുന്നു.